ഹലോ മച്ചന്മാരെ, ബ്ലൂ ഫ്ലാഷിലേക്ക് സ്വാഗതം. അപ്പോഴൊന്നും നമ്മൾ സൗദി അറേബ്യയിൽ ഒരു ബാത്റൂമിൽ എന്തൊക്കെ വരും എന്നുള്ളത് നോക്കുന്നത്. നമ്മളിവിടെ 4-5 പൈപ്പ് കോൺക്രീറ്റിൻ്റെ ടൈമിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഒരു ഇന്ത്യൻ ക്ലോസറ്റ്, ഒരു യൂറോപ്യൻ ക്ലോസറ്റ്, അത്രയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ എല്ലാ ബാത്റൂമിലും ഒരു ഇന്ത്യൻ ക്ലോസറ്റ് നിർബന്ധമായി. ഇവിടെ നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റ് എന്ന് പറയുമെങ്കിലും ഇവിടെ അറബി ക്ലോസറ്റ്, അറബി കുർസി എന്ന് പറയും, കുർസി ആയതി എന്ന് പറയും. അതിനകത്ത് നമ്മൾ സാധാരണ എല്ലാ ബാത്റൂമിലും വരുന്ന ഒരു സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. വാഷ് ബേസിൻ, പിന്നെ ഒരു മിക്സർ ടാപ്പ് കാര്യങ്ങൾ. ഇവിടെ മിക്സർ ടാപ്പിന് വരെ നമ്മളിവിടെ മിക്സർ ടാപ്പിൻ്റെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളെ ബാത്ത് ടപ്പും കാര്യങ്ങളൊക്കെയാണ് വയ്ക്കുന്നത്. ഇവിടെ ഉള്ള പോയിൻ്റ് കറക്റ്റ് ചെയ്ത് അളവൊക്കെ കറക്റ്റ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ പൈപ്പ് ഒരുപാട് അധികമാവുന്നുണ്ട്. അപ്പോൾ പൈപ്പ് നമ്മൾ എല്ലായിടത്തും നമ്മൾ ഹോട്ട് വാട്ടറിൻ്റെ ലൈനും കൊണ്ടുപോകണം. പിന്നെ ഈ ഇടിച്ചിരിയെന്ന് വെച്ചാൽ നമ്മളെ സൈഫ് എന്ന് പറഞ്ഞാൽ ഫ്ലഷ് ടാങ്കിൻ്റെ പൈപ്പ് കൺസീൽഡ് ആക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഫ്ലഷ് ടാങ്ക് ഓപ്പൺ ആയിരിക്കും, പൈപ്പ് കൺസീൽഡ്. നമ്മൾ സാധാ ക്ലോസറ്റ് ചെയ്യുമ്പോൾ അതേ സെറ്റപ്പ് തന്നെയാണ്. ഇവിടെ ഒരു മിക്സർ ടാപ്പും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അകത്ത് തന്നെ നമ്മളൊരു വാൾവ് സെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മളാ 1 ഇഞ്ചിൻ്റെ കൺസീൽഡ് സ്റ്റോക്ക് ഒക്കെ വെച്ച്. അപ്പോഴിവിടെ അതിനെ മോവസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്രോഹിയുടെയാണ്. അപ്പോൾ പ്രത്യേകം വാൾവ് നമ്മൾ കൊടുക്കത്തില്ല. പിന്നെ ടാങ്കിൽ നിന്ന് ഇറങ്ങുന്നത്, ഇത് ഓരോ ബാത്റൂമിനും ഓരോ ലൈൻ സെപ്പറേറ്റ് ഇറങ്ങുന്നുണ്ട്. അവിടെ നമ്മൾ ഏറ്റവും ടോപ്പിലൊരു സാധാ നമ്മളെ വാൾവ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഹീറ്ററിൻ്റെ ലൈൻ, ഹീറ്ററിന് ഇവിടെ സഹാന എന്നാണ് പറയുന്നത്. സഹാന ഇവിടെ 50 ലിറ്ററിൻ്റെ ഹീറ്ററാണ് കൊടുക്കുന്നത്. ഇവിടെ കൂടുതലും അതാണ് വയ്ക്കുന്നത്. നമ്മൾ മെയിൻ്റനൻസിന് ഏറ്റവും എളുപ്പമുള്ളത് 50 ലിറ്ററിൻ്റെ ഹീറ്ററാണ് ഇവിടെ. അപ്പോൾ ശരി എന്നാൽ.